ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഈ മീൻകറി ഞാൻ ആവോലി വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ച് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പത്തിരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പത്തിരിയുടെ കൂടെ മാത്രമല്ല, ചോറിലേക്കും പൊറോട്ട, ചപ്പാത്തി എന്നിവയിലേക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഈ കറിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 1 കിലോന്റെ കറുത്ത ആവോലിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. മീൻ മുറിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുക. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള കുറച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഇതുകൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോ 4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി മസാലയുടെ ഒക്കെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പെരിഞ്ജീരകത്തിന്റെ പൊടി അതുപോലെ തന്നെ ഉലുവയും ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമുള്ള കുടംപുളി ചേർക്കാം. ഞാനിപ്പോ 2 കഷ്ണമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 3 ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ 10 മിനിറ്റ് വെച്ചിട്ട് നോക്കുക. നിങ്ങളുടെ സ്റ്റൗവിനനുസരിച്ചൊക്കെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 തേങ്ങയുടെ മുഴുവൻ തേങ്ങാപ്പാൽ എടുത്തിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
നിങ്ങൾക്ക് നല്ല ചാറുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുള്ള വെള്ളം മാത്രം ചേർക്കുക. സാധാരണ തണുത്ത വെള്ളം ഒന്നും ഒരിക്കലും ഇതിലേക്ക് ചേർക്കരുത്, അതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുന്നുള്ളത്. അപ്പൊ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തിളക്കുന്നതിന്റെ മുമ്പായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കറി ഒരിക്കലും പിരിഞ്ഞു പോവില്ല. ഇപ്പൊ ഏകദേശം തിളച്ചു വരുന്നുണ്ട്. ഒരുപാട് വെട്ടി തിളക്കണ്ട, വെട്ടി തിളച്ചു കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അപ്പൊ ചെറുതായി കുമിളകൾ വരുമ്പോൾ നമ്മൾ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ മുഴുവൻ മീൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മീനിട്ടതിന് ശേഷം ഒരുപാട് കുത്തി ഇളക്കണ്ട, മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ മീന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ചേർക്കുക. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് ചേർത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഈ കറി വെച്ചിട്ട് നന്നായി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ആവോലി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. വെളിച്ചെണ്ണ അവസാനം ചേർക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിനി മീൻകറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.